ഹായ് ഫ്രണ്ട്സ്, മോംസ് വേഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു നീർദോശയുടെ റെസിപ്പിയാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് കണ്ടാലോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മോംസ് വേൾഡ് എന്ന ഈ കൊച്ചു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറന്നു പോകല്ലേ. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി 1.25 കപ്പ് അരിപ്പൊടി, നമ്മുടെ ഇടിയപ്പപ്പൊടി, അപ്പപ്പൊടിയൊക്കെ ഇല്ലേ, വറുത്ത അരിപ്പൊടി, നൈസ് പൊടി, പത്തിരിപ്പൊടിയൊക്കെ ഇല്ലേ, അത് തന്നെ 1.25 കപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ഒരല്പം തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പോളം വരും തേങ്ങ. അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ തേങ്ങ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും കേട്ടോ. നല്ലൊരു രുചിക്ക് വേണ്ടിയിട്ടാണ് ഒരല്പം തേങ്ങ ചേർക്കുന്നത്. ഇനി ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. തേങ്ങ നല്ലപോലെ അരഞ്ഞ് കിട്ടണം, അതിനനുസരിച്ച് വേണം അടിച്ചെടുക്കാൻ. അപ്പോൾ നല്ല കട്ടിക്കാ മാവിരിക്കുന്നത്. ഇനി നമുക്കിതിന് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നീർദോശ എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, അത് മൊത്തവും വെള്ളമാണ്. അപ്പോൾ നല്ലപോലെ നമുക്കിതുപോലെ വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കി എടുക്കാം. നമ്മുടെ മാവ് ലൂസാക്കി എടുക്കുന്നതിനനുസരിച്ച് മാത്രമേ ഈ നീർദോശ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഒരല്പം വെള്ളം കൂടി വേണ്ടി വരും. ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഈ നീർദോശയ്ക്ക് നമുക്ക് ചിക്കനോ ബീഫ് കറിയോ അല്ലെങ്കിൽ മട്ടൻ കറി ഇതൊക്കെ നല്ലപോലെ എന്താ പറയുക, നല്ല ഇതിനുള്ള കോമ്പിനേഷൻ അതാണ് കേട്ടോ. ഇനി നമുക്കൊരു സ്റ്റവ് കത്തിച്ചതിന് ശേഷം പാൻ വെച്ച് കൊടുക്കുക. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാനാകുമ്പോൾ എണ്ണയുടെ ആവശ്യമില്ല. പാന് നല്ലപോലെ ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ മാവ് ഒന്ന് നല്ലപോലെ കലക്കി മാത്രം കോരി ഒഴിക്കുക. അതല്ല ഉണ്ടെങ്കിൽ മാവ് അടിയിൽ ഇങ്ങനെ കട്ടിയാവും. അരിപ്പൊടിയല്ല, അപ്പോൾ അടിയിൽ കട്ട പിടിച്ചിരിക്കും, മീതെ വെള്ളം മാത്രം തെളിഞ്ഞ് നിൽക്കുക. അതുകൊണ്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കോരുക, നല്ലപോലെ ഒന്ന് കലക്കിയതിന് ശേഷം കോരി ഒഴിക്കുക. അപ്പോൾ അവിടെ ഇപ്പോൾ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ആ പാനിൽ നിന്ന് 4 സൈഡ് ഇങ്ങനെ വരുവാകുമ്പോൾ നമുക്കിത് എടുത്ത് മാറ്റാം. ഒരെണ്ണം കൂടെ ഞാൻ കാണിക്കാം. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഒട്ടും പാചകം അറിയാത്ത മക്കൾ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്നുകൂടെ കാണിക്കുന്നത് കേട്ടോ. ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഒരുപാട് തീ വയ്ക്കരുത്, കരിഞ്ഞു പോകും. അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് 4 സൈഡും ഒന്ന് വിട്ട് വരുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുക. ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ 2ആയിട്ട് മടക്കിയെടുക്കാം, 4ആയിട്ട്. അപ്പോൾ ഞാൻ 2 രീതിയിൽ ഇവിടെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും എല്ലാ കൂട്ടുകാർക്കും ബൈ.